നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി മിസൈൽ പതിച്ച് വൻ നാശനഷ്ടം. ഇതേ തുടർന്ന് വിമാന സർവീസുകളിലൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. വിമാന സർവീസ് എയർ ഇന്ത്യ നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ വിവരമാണിത് പങ്കുവയ്ക്കാനുള്ളത്. ഡൽഹിയിൽ നിന്നും ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. മെയ് 6 വരെ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും അടിയന്തരമായി നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. തീർച്ചയായിട്ടും പ്രവാസികൾ ഈ ഒരു നിർദ്ദേശം മനസ്സിലാക്കുക, അറിഞ്ഞിരിക്കുക. എയർ ഇന്ത്യ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത് മെയ് 6 വരെയാണ്. എവിടത്തേക്കാണ് ഉള്ള സർവീസാണ് നിർത്തിവെച്ചിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പ്രവാസികൾ മനസ്സിലാക്കിയിരിക്കുക. എന്തായാലും വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ ആക്രമണം, അതായത് ഈ പോരാട്ടമൊക്കെ പ്രവാസികളെയും പ്രത്യേകിച്ച് ഈ വിമാന സർവീസുകളൊക്കെ ബാധിക്കുമ്പോൾ അത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. ആ ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതായത് റൺവേയിൽ നിന്ന് 100 മീറ്ററോളം അകലെ ടെർമിനൽ 3ന്റെ പാർക്കിംഗ് സ്ഥലത്താണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ഇവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടു. മധ്യ ഇസ്രായേൽ പോലീസ് മേധാവി യായർ ഹെസ്രോണിയെ ഉദ്ധരിച്ചാണ് മാധ്യമങ്ങൾ ഈ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ടെർമിനലിനും റൺവേകൾക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമാണ് എന്നാണ് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി അധികൃതർ പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധത്തെ ഭേദിച്ചാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്നത് എന്നത് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഒന്നുകൂടി ചോദ്യം മുന്നിൽ നിർത്തുകയാണ്. പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം പരാജയമായിരുന്നു. ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും മുഴക്കം ഏറെ നേരം നിന്നുവെന്നും വിമാനത്താവളത്തിനകത്തുണ്ടായിരുന്ന ഈ ചില ദൃക്സാക്ഷികളൊക്കെ പറയുന്നുണ്ട്. ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു. സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ യാത്രക്കാരോട് സുരക്ഷിതരാകാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. കുറേ പേർ വിമാനത്താവളത്തിലെ ബങ്കറുകളിലാണ് അഭയം തേടിയത്. മിസൈൽ വരുന്നതറിഞ്ഞ് പ്രാദേശിക സമയം രാവിലെ 9:18 നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങുന്ന സാഹചര്യമുണ്ടായി. വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ഈ ഒരു മിസൈൽ വരുന്നതെന്ന് മനസ്സിലാക്കി മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നാണ് സൈന്യം പറയുന്നത്. പക്ഷേ സൈന്യത്തിൻ്റെ ശ്രമമെല്ലാം പരാജയമായിരുന്നു. ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 AI-139 വിമാനം ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപായിരുന്നു വിമാനത്താവളത്തിൽ മിസൈൽ വന്ന് പതിച്ചത്. ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ സമയം വിമാനം. ഉടൻ അബുദാബിയിലേക്ക് തിരിച്ചുവിട്ടു. വിമാനം വൈകാതെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. എയർ ഇന്ത്യയ്ക്ക് പുറമെ ഓസ്ട്രിയൻ, യൂറോവിങ്സ്, സ്വിസ്, ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ എയർലൈൻസുകളും താൽക്കാലികമായി സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതി മിലിഷ്യ വക്താവ് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ തുടർച്ചയായ 4ാമത്തെ മിസൈൽ ആക്രമണമാണ് ഈ ഉണ്ടായിരിക്കുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് ഉടൻ ചേരും. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. യമനിലെ ഹൂതി വിമതർക്കുള്ള തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഹൂതികൾ ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രതികരണം. ഹൂതികളുടെ ആക്രമണത്തിനുള്ള മറുപടി ഒറ്റത്തവണ നൽകി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ളതാവില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കുകയാണ്. നേരത്തെയും അത് ചെയ്തതാണ്. അതായത് നേരത്തെ അവർ ആക്രമിക്കുന്നു, ഞങ്ങൾ അവർക്ക് മറുപടി നൽകുന്നു. ഇനിയും അത് ആവർത്തിക്കും. എല്ലാ വിശദാംശങ്ങളും ഇപ്പോൾ പറയാനാവില്ല. ഞങ്ങൾക്കൊപ്പം ചേർന്ന് US-ഉം അവർക്കെതിരെ പോരാടാൻ ഞങ്ങൾക്കൊപ്പം ഉണ്ട്. തിരിച്ചടി ഒന്നിൽ നിൽക്കില്ല എന്നായിരുന്നു അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 7 ഇരട്ടി ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതികരിച്ചത്. എന്തായാലും ഈ ഒരു ആക്രമണം ഹൂതികൾക്കുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് ഇസ്രായേലിനെ സജ്ജമാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൻ്റെ 3ാം ടെർമിനലിൽ നിന്ന് 75 മീറ്റർ മാത്രം അകലെയാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിച്ച സ്ഥലത്ത് വലിയൊരു ഗർത്തമുണ്ടായപ്പോൾ എത്രമാത്രം ഒരു വേഗത്തിലാണ് അത് വന്നത് എന്നതാണ് ആ ഒരു ഗർത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിൻ്റെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിലാണ് ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതും
ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. മിസൈൽ പതിച്ചുണ്ടായ സ്ഫോടനത്തിൽ 4 പേർക്കും സുരക്ഷിത സ്ഥാനം തേടി രക്ഷപ്പെടുന്നതിന് 2 പേർക്കും പരിക്കേറ്റു. ആളപായമൊന്നും ഉണ്ടായില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. ഞങ്ങളെ ആക്രമിച്ചത് ആരായാലും 7 ഇരട്ടി ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന ആ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുകയാണ്. മിസൈൽ തകർക്കാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. അതും വളരെ ഒരു ആശങ്കാജനകമാണ്. ആക്രമണത്തെ തുടർന്ന് ബെൻഗുറിയോൺ വിമാനത്താവളത്തിലെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സം നേരിടുകയുണ്ടായി. എന്നാൽ 1 മണിക്കൂറിനുള്ളിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചതായി ഇസ്രായേൽ വിമാനത്താവള അധികൃതർ അറിയിച്ചു.